കഴിഞ്ഞ വീഡിയോയിൽ ആർക്കെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാൻ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമുക്ക് അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്നിങ്ങനെ സെന്റൻസുകൾ വരുമ്പോൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ കൂട്ടിൽ ഒരു സിംഹമുണ്ട്, അല്ലെങ്കിൽ ആ മേശയിൽ ഒരു പുസ്തകമുണ്ട്, അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ ഒരു നായയുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സാധനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ there is ൽ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു നോക്കാം. ആ മേശയുടെ മുകളിൽ ഒരു പുസ്തകമുണ്ട്, ഒരു പുസ്തകമാണ്. അപ്പോൾ ഒരു സാധനമായതുകൊണ്ട് നമ്മൾ there is ൽ വേണം തുടങ്ങാനായിട്ട്. there is ൽ തുടങ്ങിയ പിന്നെ എന്താണോ സാധനം അത് പറഞ്ഞിട്ട് വേണം എവിടെയാണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ there is a book on the table. അതുപോലെ ആ കൂട്ടിൽ ഒരു സിംഹമുണ്ട്, ഒരു സിംഹമാണ്. അപ്പോൾ there is എന്താണുള്ളത് എന്ന് പറയാം. there is a lion in the cage. ഇങ്ങനെയാണ് ആ സെന്റൻസ് വരിക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൺകൗണ്ടബിൾ ആയിട്ടുള്ളത്, അതായത് പാല്, വെള്ളം ഇങ്ങനെയുള്ള എല്ലാം തന്നെ 1, 2 എന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. ഇതുപോലെയുള്ളത് നമ്മൾ there is ൽ തന്നെ നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ആ കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. there is lot of water in the pond. ഇനി ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കും സെന്റൻസ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ആ മാവിൽ നിറയെ മാങ്ങകളുണ്ട്, എൻ്റെ ക്ലാസ്സിൽ നിറയെ വിദ്യാർത്ഥികളുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ട് നമ്മൾ there are ൽ സ്റ്റാർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ആ ചെടിയിൽ നിറയെ പൂക്കളുണ്ട്. there are many flowers in that plant. എൻ്റെ വീട്ടിൽ നിറയെ മരങ്ങളുണ്ട്. there are many trees in my house. അപ്പോൾ ഓർത്തു വെക്കുക, അവിടെയുണ്ട്, ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സെന്റൻസ് there is അല്ലെങ്കിൽ there are ൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരു സാധനത്തെ കുറിച്ചാണെങ്കിൽ there is ൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നിൽ കൂടുതൽ സാധനങ്ങളാണെങ്കിൽ there are ൽ സ്റ്റാർട്ട് ചെയ്യാം.